അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ ഒരിക്കൽ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തുന്ന ഒരു മനോഹരമായ ചരിത്ര സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ കവിതകൾ ചൊല്ലിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. പിന്നീട് പശ്ചാത്തപിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ ബാനത്ത് സുആദ് എന്ന കവിത ആലപിക്കുന്നത്. അതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്ന ഏറ്റവും മനോഹരമായ വരികളാണ് ഇന്നർ റസൂല ലനൂറുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്ന പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ വാളുകളിൽ നിന്ന് ഊരിപ്പിടിച്ച മൂർച്ചയേറിയ വാള് പോലെയാണ് അവിടുന്ന്. കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ബുർദ അഥവാ മേൽവസ്ത്രം എടുത്ത് അദ്ദേഹത്തിന് നൽകി എന്നതാണ് പ്രസിദ്ധമായ ചരിത്ര വിവരണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തപ്പോൾ ലഭിച്ചത് ഒരു ബുർദ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അംഗീകാരവുമായിരുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് ഒരു വലിയ കാര്യം മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നത് പുതിയതായി ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു കാര്യമല്ല, അത് സ്വഹാബികളുടെ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അള്ളാഹും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. വിശ്വസിച്ചവരെ നിങ്ങളും അവിടുത്തെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കുക. സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്താണിത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നബിയുടെ മഹത്വം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുമ്പോൾ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിൽ എന്താണ് അതിശയിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലിതുഅ്മിനൂ ബില്ലാഹി വ റസൂലിഹി വ തുഅസ്സിറൂഹു വ തുവഖിറൂഹു. നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുകയും റസൂലിനെ സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നബിയെ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നത്. സൂറത്തുൽ ഫത്ഹ് 9-ാമത്തെ ആയത്താണിത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിശ്വാസം മാത്രം പോരാ, അവിടുത്തെ ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും വേണം. അതുകൊണ്ടാണ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ കവിതകൾ ചൊല്ലിയിരുന്നു. ഒരിക്കൽ ഹസ്സാൻ റളിയല്ലാഹു അൻഹു മസ്ജിദിൽ കവിത ചൊല്ലുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെക്കാൾ ഉത്തമനായ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഇവിടെ വെച്ച് കവിത ചൊല്ലിയിട്ടുണ്ട്. ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ ഹസ്സാൻ അജിബ് അൻ റസൂലില്ലാഹി അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്. ഹസ്സാനെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്ത് നിന്ന് താങ്കൾ മറുപടി പറയുക. അള്ളാഹുവെ, റൂഹുൽ ഖുദുസ് മുഖേന അദ്ദേഹത്തിനെ സഹായിക്കണമേ, നീ ശക്തിപ്പെടുത്തണമേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞില്ല. മാത്രമല്ല അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനായി മസ്ജിദിൽ ഒരു മിമ്പർ ഒരുക്കി കൊടുത്തിരുന്നതായും അവിടെ നിന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിരോധിക്കുകയും പുകഴ്ത്തുകയും ചെയ്തിരുന്നതായും ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുക എന്നത് നമ്മുടെ ഉമ്മത്തിൽ പിന്നീട് ഉണ്ടായ ഒരു ശീലമല്ല, അത് സ്വഹാബികളുടെ ശീലമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ഓർത്ത് സന്തോഷിക്കുക, അവിടുത്തെ ജീവിതം പറയുക, അവിടുത്തെ മഹത്വങ്ങൾ ഓർമ്മപ്പെടുത്തുക, സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക, മദ്ഹുകൾ ചൊല്ലുക, ഇവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന നന്മകളായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പ്രത്യേകിച്ച് മൗലിദ് സദസ്സ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ
ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ നോക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത്, നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലുന്നു, അവിടുത്തെ സീറ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ വിവരിക്കുന്നു, മദ്ഹുകൾ പാടുന്നു. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുവാനും പ്രേരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ അവിടുത്തെ പുകഴ്ത്തി കവിതകൾ ചൊല്ലിയ സ്വഹാബികൾ വേറെയും ഉണ്ടായിരുന്നു. അവരുടെ പാത പിന്തുടർന്ന് തലമുറകളായി മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൽ കിതാബുകൾ രചിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഷയാണ്. കാരണം ഒരാൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടായാൽ അവരുടെ മഹത്വം പറയാൻ മടിയുണ്ടാകില്ല. നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ഒരു ചെറിയ ഗുണം പോലും നാം മറ്റുള്ളവരോട് പറയാറില്ലേ? അപ്പോൾ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അയക്കപ്പെട്ട നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്നതിൽ എങ്ങനെ നമുക്ക് മടിയുണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകമാനം കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. സൂറത്തുൽ അംബിയ 107-ാമത്തെ ആയത്ത്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കണം. അവിടുത്തെ മദ്ഹ് നമ്മൾ പറയണം. അവിടുത്തെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അവിടുത്തെ സീറ നമ്മൾ പറയണം. അവിടുത്തെ സുന്നത്ത് നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. ഇതാണ് യഥാർത്ഥ മഹബ്ബത്ത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിപ്പറയാം. നമ്മുടെ മസ്ജിദുകളിലും മദ്രസകളിലും അവിടുത്തെ മദ്ഹ് മുഴങ്ങട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നബിയോടുള്ള മുഹബ്ബത്ത് നിറയട്ടെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്ന നാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്ന ജീവിതം കൂടി സ്വന്തമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സുന്നത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് മുഹബ്ബത്തിൻ്റെ പൂർണ്ണരൂപമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ അങ്ങ് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നമ്മുടെ നാവിൽ ഉണ്ടാവട്ടെ, സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക നമ്മുടെ സ്വഭാവത്തിലുടനീളം ഉണ്ടാവണം. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മദ്ഹ് ചൊല്ലിയപ്പോൾ ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുർദയായിരുന്നുവെങ്കിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചും മദ്ഹ് ചെയ്തും സുന്നത്ത് പിന്തുടർന്നും ജീവിച്ചാൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കണം? അള്ളാഹുവിൻ്റെ റിദ്വാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും അവിടുത്തെ കൂടെയുള്ള സ്വർഗീയ സാമീപ്യവുമല്ലേ. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുക, നബിയുടെ സീറ പറയുക, നബിയോട് മേൽ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, നബിയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുക, നബിയോടുള്ള മഹബ്ബത്ത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരിലും അവിടുത്തെ മദ്ഹ് ചെയ്യുന്നവരിലും അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നവരിലും ഖിയാമത്ത് നാളിൽ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.